നമസ്കാരം, ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും ലോകരാഷ്ട്രങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്ന വെടിനിർത്തലിന് അന്തിമ രൂപം നൽകുന്നതിനുമായി അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ഷാം എൽ ഷെയ്ഖ്. ഈജിപ്തിൽ നടക്കുന്ന ഗാസയിലെ വെടിനിർത്തൽ കരാർ ഒപ്പിടൽ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഷാം എൽ ഷെയ്ഖിലേക്ക് പോകുന്നതിനിടെയുണ്ടായ വാഹനാപകടത്തിൽ 3 ഖത്തർ നയതന്ത്രജ്ഞർ മരിച്ചു. ഡിജിറ്റൽ എൻട്രി ആൻഡ് എക്സിറ്റ് സിസ്റ്റം പ്രാബല്യത്തിൽ യൂറോപ്പിലേക്കുള്ള യാത്രക്കാരുടെ അതിർത്തി സുരക്ഷയിൽ ഞായറാഴ്ച മുതൽ അടിമുടി മാറ്റം. അമേരിക്കയിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മുന്നിൽ മുട്ടുകുത്തി ഡൊണാൾഡ് ട്രംപ്. വിദ്യാർത്ഥി വായ്പ എടുത്ത അമേരിക്കയിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ വായ്പകളിൽ ഇളവ് അനുവദിക്കണമെന്ന് റിപ്പോർട്ട്. ഗാസയിലെ മാനുഷിക ദുരന്തം അവസാനിപ്പിക്കുന്നതിനും യുദ്ധാനന്തര ഭാവി രൂപപ്പെടുത്തുന്നതിനും നേതൃപരമായ പങ്ക് വഹിക്കണമെന്ന് ന്യൂഡൽഹിയോട് അഭ്യർത്ഥിച്ച് ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാവേഷ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 2ാം FIR-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രതികൾ. വാർത്തകൾ വിശദമായി. തിങ്കളാഴ്ച ഈജിപ്തിൽ നടക്കുന്ന ഗാസയിലെ വെടിനിർത്തൽ കരാർ ഒപ്പിടൽ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഷാം എൽ ഷെയ്ഖിലേക്ക് പോകുന്നതിനിടെയുണ്ടായ വാഹനാപകടത്തിൽ 3 ഖത്തർ നയതന്ത്രജ്ഞർ മരിച്ചു. 2 നയതന്ത്രജ്ഞർക്ക് പരിക്കേറ്റു. ഷാം എൽ ഷെയ്ഖിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായത്. ഖത്തർ പ്രോട്ടോകോൾ ടീമിൽ നിന്നുള്ളവരായിരുന്നു നയതന്ത്രജ്ഞർ. ഗാസയിലെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന്റെ വെടിനിർത്തൽ കരാറിന് അന്തിമ രൂപം നൽകാനുള്ള ഉച്ചകോടിക്ക് മുന്നോടിയായി നഗരത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഇവരെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും ലോകരാഷ്ട്രങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്ന വെടിനിർത്തലിന് അന്തിമ രൂപം നൽകുന്നതിനുമായി അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ ഷാം എൽ ഷെയ്ഖ് ഒരുങ്ങുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയും നാളെ നടക്കുന്ന യോഗത്തിന് നേതൃത്വം നൽകുമെന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റിന്റെ ഓഫീസിന്റെ പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം ഗാസയിൽ സമാധാന കരാർ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ ഹമാസ് പങ്കെടുക്കുന്നില്ല എന്ന് സൂചന. ഈജിപ്തിൽ നടക്കുന്ന ചടങ്ങിൽ നിന്ന് ഹമാസ് വിട്ടുനിൽക്കുമെന്ന് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഹൊസാം ബദ്രാൻ പറഞ്ഞു. വാർത്താ ഏജൻസിയായ AFPക്ക് നൽകിയ അഭിമുഖത്തിലാണ് ബദ്രാൻ നിലപാട് വ്യക്തമാക്കിയത്. ഹമാസ് ഇസ്രയേൽ വെടിനിർത്തൽ കരാർ പ്രകാരം ബന്ദികളുടെയും തടവുകാരുടെയും മോചനത്തിന് ഒരുക്കം തുടങ്ങിയിട്ടുണ്ട്. ഇസ്രയേൽ സൈന്യത്തിന്റെ പുനർവിന്യാസം നടന്ന് 72 മണിക്കൂറിനകം ബന്ദികളെയും തടവുകാരെയും മോചിപ്പിക്കണമെന്നാണ് വ്യവസ്ഥ. വെള്ളിയാഴ്ച ഉച്ചയോടെ സൈനിക പുനർവിന്യാസം ഇസ്രയേൽ പൂർത്തിയാക്കി. ഇതുപ്രകാരം ഞായറാഴ്ച രാത്രിയോടെ മോചന നടപടികൾ തുടങ്ങിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് പിടികൂടിയവരിൽ ഇനി മോചിപ്പിക്കാനുള്ളത് 48 പേരാണ്. ഇവരിൽ 20 പേർ ജീവനോടെയുണ്ടെന്നാണ് വിവരം. ഇതിനു പകരമായി വിട്ടയക്കുന്ന 250 പലസ്തീൻ തടവുകാരുടെ പട്ടിക കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പുറത്തിറക്കി. നിരവധി കാലതാമസങ്ങൾക്ക് ശേഷം യൂറോപ്യൻ യൂണിയന്റെ പുതിയ ഡിജിറ്റൽ എൻട്രി ആൻഡ് എക്സിറ്റ് സിസ്റ്റം ആരംഭിച്ചതോടെ യൂറോപ്പിലേക്കുള്ള നിരവധി യാത്രക്കാർക്ക് ഞായറാഴ്ച മുതൽ അതിർത്തി സുരക്ഷയിൽ നേരിടേണ്ടി വരിക നിരവധി മാറ്റങ്ങളാകും. ഡിജിറ്റൽ എൻട്രി ആൻഡ് എക്സിറ്റ് സിസ്റ്റം വരുന്നതോടെ മിക്ക EU പൗരന്മാരും അതിർത്തിയിൽ അവരുടെ ബയോമെട്രിക് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അതിർത്തി ഉദ്യോഗസ്ഥർ സ്റ്റാമ്പ് ചെയ്യുന്ന പാസ്പോർട്ടുകൾക്ക് പകരമായിട്ടാണ് ഈ സംവിധാനം. യൂറോപ്പിന്റെ ഷെൻജൻ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് യാത്രക്കാരുടെ മുഖങ്ങളുടെ ഫോട്ടോ എടുക്കുകയും വിരലടയാളങ്ങൾ സ്കാൻ ചെയ്യുകയും വേണം. കർശനമായ വ്യവസ്ഥകൾക്ക് വിധേയമായി ഷെൻജന് പുറത്തുള്ള മറ്റൊരു രാജ്യത്തേക്കോ UN ബോഡി പോലുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയിലേക്കോ ഈ വിവരങ്ങൾ കൈമാറാമെന്ന് EU പറയുന്നു. ഒരു വ്യക്തി ചിത്രം നൽകാൻ വിസമ്മതിക്കുകയോ വിരലടയാളം എടുക്കാൻ വിസമ്മതിക്കുകയോ ചെയ്താൽ അവർക്ക് പ്രവേശനം നിഷേധിക്കുമെന്ന് EU കൂട്ടിച്ചേർത്തു. നിരവധി കാലതാമസങ്ങൾക്ക് ശേഷം യൂറോപ്യൻ യൂണിയന്റെ പുതിയ ഡിജിറ്റൽ എൻട്രി ആൻഡ് എക്സിറ്റ് സിസ്റ്റം ആരംഭിച്ചതോടെ യൂറോപ്പിലേക്കുള്ള നിരവധി യാത്രക്കാർക്ക് ഞായറാഴ്ച മുതൽ അതിർത്തി സുരക്ഷയിൽ നേരിടേണ്ടി വരിക നിരവധി മാറ്റങ്ങളാകും. EU പൗരന്മാരും അതിർത്തിയിൽ അവരുടെ ബയോമെട്രിക് വിവരങ്ങൾ ഇനി മുതൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. യൂറോപ്പിന്റെ ഷെൻജൻ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് യാത്രക്കാരുടെ മുഖങ്ങളുടെ ഫോട്ടോ എടുക്കുകയും വിരലടയാളങ്ങൾ സ്കാൻ ചെയ്യുകയും വേണം. അതിർത്തി ഉദ്യോഗസ്ഥർ സ്റ്റാമ്പ് ചെയ്യുന്ന പാസ്പോർട്ടുകൾക്ക് പകരമായി ഈ സംവിധാനം ഒടുവിൽ വരും. ഇനി എന്താണ് ഈ സംവിധാനം എന്ന് നോക്കാം. ഇത് പാസ്പോർട്ട് നിയന്ത്രണത്തിന് പകരമല്ല. തുറമുഖങ്ങളിൽ അതിർത്തി ഉദ്യോഗസ്ഥരുമായി യാത്രക്കാർക്ക് ഇപ്പോഴും പരിശോധനകൾ നടത്തേണ്ടി വരും. എന്നാൽ ഒടുവിൽ അവരുടെ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യപ്പെടില്ല. പകരം ഷെൻജൻ പ്രദേശത്തെ രാജ്യങ്ങൾ യാത്രക്കാരുടെ മുഖം, വിരലടയാളങ്ങൾ, പ്രവേശന പുറത്തുകടക്കൽ തീയതികൾ എന്നിവ രേഖപ്പെടുത്തും. അതിർത്തി കടക്കൽ വേഗത്തിലും കാര്യക്ഷമമായും നടപ്പിലാക്കുന്നതിനോടൊപ്പം ആരാണ് വരുന്നതെന്നും എവിടേക്കാണ് പോകുന്നതെന്നും ട്രാക്ക് ചെയ്യുന്നതിനിടയിലാണ് ഈ സംവിധാനം അവതരിപ്പിക്കുന്നത്. സുരക്ഷാ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിവരങ്ങളും ഇത് നൽകുമെന്ന് EU പറയുന്നു. ഈ സംവിധാനത്തിന്റെ ഘട്ടം ഘട്ടമായുള്ള ആമുഖത്തിന്റെ തുടക്കം മാത്രമാണിത്. 2026 ഏപ്രിൽ 10 ഇത് പൂർണ്ണമായും പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എവിടെയാണ് ഇത് ബാധകമാകുന്നത്?
ആർക്കാണ് ഇത് ബാധകമാകുന്നത് എന്നതാണ് അടുത്ത സംശയം. 27 EU അംഗരാജ്യങ്ങളിൽ 25 ഐസ്ലാൻഡ്, ലിച്ചൻസ്റ്റൈൻ, നോർവേ, സ്വിറ്റ്സർലൻഡ് എന്നിവയും ഉൾപ്പെടുന്ന ഷെൻജൻ മേഖലയിലാണ് EES ബാധകമാകുന്നത്. സ്പെയിൻ, ഫ്രാൻസ്, പോർച്ചുഗൽ, ഗ്രീസ്, ഇറ്റലി തുടങ്ങിയ ബ്രിട്ടീഷ് ജനത അവധിക്കാല യാത്രകൾക്കായി പതിവായി യാത്ര ചെയ്യുന്ന രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്സും സൈപ്രസും ഷെൻജൻ പ്രദേശത്തിന്റെ ഭാഗമല്ലാത്തതിനാൽ മുൻപത്തെ പോലെ പാസ്പോർട്ടുകൾ പ്രോസസ് ചെയ്യുന്നത് തുടരും. ഒരു EU രാജ്യത്തു നിന്നോ ഐസ്ലാൻഡ്, ലിച്ചൻസ്റ്റൈൻ, നോർവേ, സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നോ അല്ലാത്ത ആളുകൾക്ക് EES ബാധകമാണ്. എന്നിരുന്നാലും ദീർഘകാല വിസയുള്ള ആളുകൾക്ക് ഇത് ബാധകമാണോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇനി ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. EES പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ആദ്യമായി അതിർത്തിയിലെത്തുമ്പോൾ അവരുടെ പേര്, പാസ്പോർട്ട് വിശദാംശങ്ങൾ, വിരലടയാളങ്ങൾ, പ്രവേശനത്തിന്റെയും പുറത്തുകടക്കലിന്റെയും തീയതി, സ്ഥലം എന്നിവ രജിസ്റ്റർ ചെയ്യുന്നതിന് അവർ ഒരു സെൽഫ് സർവീസ് സ്ക്രീൻ ഉപയോഗിക്കും. മെഷീൻ അവരുടെ മുഖം ഫോട്ടോ എടുക്കും. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിരലടയാളം സ്കാൻ ചെയ്യില്ല. ആളുകൾ ആദ്യം EESുമായി ബന്ധപ്പെടുന്നത് അവർ എവിടെയാണ്, എപ്പോൾ യാത്ര ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഡോവർ തുറമുഖം വഴി പോകുന്ന കോച്ച് കാൽനട യാത്രക്കാർ ഞായറാഴ്ച മുതൽ EES പ്രോസസിംഗിനായി ഒരു പുതിയ സൗകര്യം ഉപയോഗിക്കും. നവംബർ മുതൽ ഇത് എല്ലാ ട്രാഫിക്കിലും ബാധകമാകും. യൂറോ ടണൽ വഴി പോകുന്ന കോച്ച് യാത്രക്കാർ ഞായറാഴ്ച മുതൽ പരിശോധനകൾക്ക് വിധേയരാകും. ലണ്ടനിലെ സെന്റ് പാൻക്രാസ് ഇന്റർനാഷണലിലെ പുറപ്പെടൽ പ്രദേശങ്ങളിൽ രജിസ്ട്രേഷൻ ടെർമിനലുകൾ സ്ഥാപിച്ചിട്ടുള്ള യൂറോസ്റ്റാറിൽ വരും മാസങ്ങളിൽ ഈ പ്രക്രിയ ക്രമേണ നടപ്പിലാക്കും. മറ്റു യാത്രകൾക്ക് യാത്രക്കാർ ലക്ഷ്യസ്ഥാന രാജ്യങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രക്രിയ സംഭവിക്കും. വിമാനത്താവളങ്ങൾ വ്യത്യസ്ത സമയങ്ങളിലാണ് മാറ്റങ്ങൾ നടപ്പിലാക്കുന്നത്. ഉദാഹരണത്തിന്, ജർമ്മനി സ്റ്റുട്ട്ഗാർട്ടിലെ ഒരു ചെറിയ വിമാനത്താവളത്തിൽ നിന്ന് സേവനം ആരംഭിക്കുകയും പിന്നീട് യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ വ്യോമയാന കേന്ദ്രങ്ങളിലൊന്നായ ഫ്രാങ്ക്ഫർട്ടിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഡോവറിൽ നേരത്തെ എത്തേണ്ടി വരുമോ എന്നുള്ള ചോദ്യം മനസ്സിൽ വന്നേക്കാം. EES ഡാറ്റ പ്രോസസ് ചെയ്യാൻ എടുക്കുന്ന അധിക സമയം കാലതാമസത്തിന് കാരണമാകുമെന്ന് ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. എന്നിരുന്നാലും യാത്രയ്ക്ക് 2 മണിക്കൂറിൽ കൂടുതൽ മുൻപ് തുറമുഖത്ത് എത്തരുതെന്ന് ഡോവർ തുറമുഖം കോച്ച് ഡ്രൈവർമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യാത്രക്കാർ പുറപ്പെടുന്നതിന് മുൻപ് സ്റ്റേഷനിൽ ചെലവഴിക്കേണ്ട നിലവിലെ 75 മിനിറ്റ് വിൻഡോയിൽ ഈ പ്രക്രിയയ്ക്ക് എടുക്കുന്ന സമയം ഉൾപ്പെടുത്താമെന്ന് യൂറോസ്റ്റാർ പറഞ്ഞു. യൂറോ ടണലിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് യാൻ ഇറിച്ചെ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കമ്പനി പൂർണ്ണമായും തയ്യാറാണെന്നും നീണ്ട ക്യൂകൾ പ്രതീക്ഷിക്കുന്നില്ല എന്നും ക്യൂകൾ വർദ്ധിക്കുകയാണെങ്കിൽ EES താൽക്കാലികമായി നിർത്തിവെക്കാൻ അതിർത്തി ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി ശേഖരിക്കുന്ന ഡേറ്റയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അതുകൂടി നമുക്ക് പരിശോധിക്കാം. EES വഴി ഡിജിറ്റലായി നൽകുന്ന ഡേറ്റ 3 വർഷത്തേക്ക് സൂക്ഷിക്കപ്പെടും, ചില ഒഴിവാക്കലുകൾ ഒഴികെ. അതിനുശേഷം അത് മായ്ക്കപ്പെടും. സിസ്റ്റം ഉപയോഗിക്കുന്ന രാജ്യങ്ങളിലെ അതിർത്തി, വിസ, ഇമിഗ്രേഷൻ അധികാരികൾക്കും EU നിയമനിർവഹണ ഏജൻസിയായ യൂറോപോളിനും ഇത് ഉപയോഗിക്കാൻ കഴിയും. കർശന വ്യവസ്ഥകൾക്ക് വിധേയമായി ഷെൻജന് പുറത്തുള്ള മറ്റൊരു രാജ്യത്തേക്കോ UN ബോഡി പോലുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയിലേക്കോ വിവരങ്ങൾ കൈമാറാമെന്ന് EU പറയുന്നു. 3 വർഷത്തിനുള്ളിൽ യാത്രക്കാർ വീണ്ടും അതിർത്തി കടക്കുകയാണെങ്കിൽ മുഖചിത്രവും വിരലടയാളവും ഇതിനകം ഫയലിലായതിനാൽ പ്രക്രിയ വേഗത്തിലായിരിക്കണം. ഒരു വ്യക്തി ഈ ചിത്രം നൽകാൻ വിസമ്മതിക്കുകയോ വിരലടയാളം എടുക്കുകയോ ചെയ്താൽ അവർക്ക് പ്രവേശനം നിഷേധിക്കുമെന്നും EU കൂട്ടിച്ചേർക്കുന്നു. ഒരു മേഖലയിൽ യുദ്ധം നിർത്താൻ കഴിയുമെങ്കിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം ഉൾപ്പെടെ മറ്റു യുദ്ധങ്ങളും അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി. റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ മോഡലിൽ യുക്രൈനിലും വെടിനിർത്തൽ കരാർ ഉണ്ടാക്കണമെന്ന് ട്രംപിനോട് സെലൻസ്കി ആവശ്യപ്പെട്ടു. മിഡിൽ ഈസ്റ്റിൽ സമാധാന കരാർ ഉറപ്പിക്കുന്നതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പ്രശംസിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി താൻ ഫോണിൽ സംസാരിച്ചതായും വളരെ പോസിറ്റീവും ഉൽപാദനക്ഷമവുമായ ഒന്നായിരുന്നു അതെന്നും അതൊരു മികച്ച നേട്ടമാണെന്നും സെലൻസ്കി എക്സിലെ പോസ്റ്റിൽ കുറിച്ചു. കീവിന്റെ ഊർജാടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ റഷ്യൻ ആക്രമണത്തെക്കുറിച്ച് താൻ US പ്രസിഡന്റിനെ അറിയിച്ചതായി സെലൻസ്കി പറഞ്ഞു. തങ്ങളുടെ വ്യോമ പ്രതിരോധവും കരാറുകളും ശക്തിപ്പെടുത്തുന്നതിനുള്ള അവസരങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി സെലൻസ്കി കൂട്ടിച്ചേർത്തു. വ്യോമയാന ചരിത്രത്തിൽ പുതിയ നേട്ടവുമായി യൂറോപ്യൻ എയർബസ്. അമേരിക്കൻ വിമാന കമ്പനിയായ ബോയിങ്ങിന്റെ 737 മോഡലിനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്ന ജെറ്റ് വിമാനമായ യൂറോപ്യൻ എയർബസ് A320.
ബ്രിട്ടനിലെ ഏവിയേഷൻ അനലിറ്റിക്സ് സ്ഥാപനമായ സീരിയം നൽകിയ കണക്കുകൾ പ്രകാരം സൗദി എയർലൈൻ ഫൈനാൻസിന് നൽകിയ ഏറ്റവും പുതിയ ഡെലിവറിയോടെ A320 വിമാനങ്ങളുടെ ആകെ വിതരണ സംഖ്യ 12,260 ആയി. 1988 ആദ്യമായി സേവനത്തിന് ഇറക്കിയ A320 ഇതോടെ ബോയിങ്ങിന്റെ 737 പതിറ്റാണ്ടുകളായ റെക്കോർഡിനെ മറികടന്നു. വ്യവസായ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ A320 737 ലോകവ്യാപകമായി ആകെ 25,000-ലധികം വിമാനങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. A320 ആദ്യകാല വിമാനാപകടങ്ങൾ, പൈലറ്റ് നിയന്ത്രണവും ഓട്ടോമേഷൻ സംവിധാനങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. എങ്കിലും പിന്നീട് എയർബസ് മോഡൽ സുരക്ഷിതത്വം ഉറപ്പാക്കി വിപണിയിൽ ഉറച്ച സ്ഥാനം നേടി. ഇപ്പോൾ പാശ്ചാത്യ വിമാന നിർമ്മാണ രംഗത്ത് എയർബസിനും ബോയിങ്ങിനും പുതിയ വെല്ലുവിളി ഉയരുന്നത് ചൈന, ബ്രസീൽ നിർമ്മിത എംബ്രയർ, അമേരിക്കയുടെ ജെറ്റ് 0 തുടങ്ങിയ പുതുമുഖങ്ങളിൽ നിന്നാണ്. അമേരിക്കയിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മുന്നിൽ മുട്ടുകുത്തി ഡൊണാൾഡ് ട്രംപ്. സർവകലാശാലകൾ അടച്ചുപൂട്ടുമെന്ന സൂചന ലഭിച്ചതോടെ ഫെഡറൽ വിദ്യാർത്ഥി വായ്പ എടുത്ത അമേരിക്കയിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വായ്പകളിൽ ഇളവ് അനുവദിക്കുമെന്ന് റിപ്പോർട്ട്. ഇൻകം ബേസ്ഡ് റീപേയ്മെന്റ് പദ്ധതി പ്രകാരം 2 ദശലക്ഷം വിദ്യാർത്ഥി വായ്പകൾ എഴുതിത്തള്ളാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വർഷം വിദ്യാഭ്യാസ വകുപ്പ് വായ്പ എഴുതിത്തള്ളുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. വായ്പ എഴുതിത്തള്ളുന്നത് വൈകിപ്പിച്ച് വായ്പക്കാരുടെ അവകാശങ്ങൾ നിഷേധിച്ചുവെന്ന് ആരോപിച്ച് ട്രംപ് ഭരണകൂടത്തിനെതിരെ അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ടീച്ചേഴ്സ് നിയമ നടപടികൾ ആരംഭിച്ചിരുന്നു. ചക്രവ്യൂഹത്തിൽപ്പെട്ടുപോയ അവസ്ഥയിലാണ് ട്രംപ്. എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചാലും കടക്കാനുള്ള വഴികളൊന്നും ട്രംപിന് മുന്നിൽ തുറക്കുന്നില്ല. സ്വയം കുഴിച്ചുവെച്ച കുഴികളാണ്. എന്നാൽ അതിൽ ഏതൊക്കെയാണ് വാരിക്കുഴികളെന്നും ഏതിലൊക്കെ എന്തൊക്കെയാണ് നിറച്ചിരിക്കുന്നതെന്നും ട്രംപിന് തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. ലോകത്തിലെ മിക്ക രാജ്യങ്ങൾക്കുമേൽ അമിത താരിഫ് ചുമത്തിക്കൊണ്ട് തന്റെ ചൊൽപ്പടിക്ക് നിർത്താനുള്ള ട്രംപിന്റെ ശ്രമങ്ങളൊക്കെ ട്രംപിന് മറുവശത്ത് തിരിച്ചടിയായാണ് മാറിയത്. ട്രംപ് അമേരിക്കൻ നിയമങ്ങളിൽ വരുത്തിയ പുതിയ പരിഷ്കാരങ്ങളൊക്കെ ഇന്ത്യക്കാർക്ക് നല്ല പണി കൊടുക്കുക എന്ന ഒരു ഉദ്ദേശം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു. എന്നാൽ നിയമങ്ങളിലെ പഴുതുകളൊക്കെ ട്രംപിന് വലിയ തോതിൽ തിരിച്ചടിയായി മാറുകയും അമേരിക്കയുടെ അടിത്തറ തന്നെ ഇളക്കുന്ന തരത്തിലേക്കാണ് മുന്നോട്ട് പോയത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് അമേരിക്ക നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷട്ട് ഡൗൺ അടക്കമുള്ള വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ അമേരിക്കയിൽ സാമ്പത്തികമായി ഞെരുക്കുന്നതിനിടയിലും വിദ്യാർത്ഥികൾക്കും സർവകലാശാലകൾക്കും മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച അടച്ചുപൂട്ടൽ ഭീഷണി ഇപ്പോൾ ട്രംപിന് പുതിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. അമേരിക്കയിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ് ഒടുവിൽ ഡൊണാൾഡ് ട്രംപ്. സർവകലാശാലകൾ അടച്ചുപൂട്ടുമെന്ന സൂചന ലഭിച്ചതോടെ ഫെഡറൽ വിദ്യാർത്ഥി വായ്പ എടുത്ത അമേരിക്കയിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വായ്പകളിൽ ഇളവ് അനുവദിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇൻകം ബേസ്ഡ് റീപേയ്മെന്റ് പദ്ധതി പ്രകാരം 2 ദശലക്ഷം വിദ്യാർത്ഥി വായ്പകൾ എഴുതിത്തള്ളാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഈ വർഷം വിദ്യാഭ്യാസ വകുപ്പ് വായ്പ എഴുതിത്തള്ളുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. വായ്പ എഴുതിത്തള്ളുന്നത് വൈകിപ്പിച്ച് വായ്പക്കാരുടെ അവകാശങ്ങൾ നിഷേധിച്ചുവെന്ന് ആരോപിച്ച് ട്രംപ് ഭരണകൂടത്തിനെതിരെ അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ടീച്ചേഴ്സ് നിയമ നടപടികൾ ആരംഭിച്ചിരുന്നു. ഡിസംബറിന് ശേഷം എഴുതിത്തള്ളൽ നടന്നാൽ നികുതി നിയമത്തിലെ മാറ്റങ്ങൾ കാരണം വായ്പക്കാർക്ക് അപ്രതീക്ഷിതമായ നികുതി നേരിടേണ്ടി വരുമെന്ന് യൂണിയൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് വർഷങ്ങളായി തിരിച്ചടവ് നടത്തുന്നവർക്ക് വലിയ സാമ്പത്തിക ആശ്വാസം നൽകും. ഗവൺമെന്റ് ഷട്ട് ഡൌണിനെ തുടർന്ന് വായ്പ ഇളവ് നിർത്തിവെച്ചേക്കുമെന്ന് ഗുണഭോക്താക്കൾക്കിടയിൽ ആശങ്കയുണ്ടായിരുന്നു. ഇൻകം ബേസ്ഡ് റീപേയ്മെന്റ് പദ്ധതി പ്രകാരം 300 യോഗ്യമായ തവണകൾ അടച്ചവർക്ക് പൂർണ്ണമായ വായ്പാ ഇളവിന് അർഹതയുണ്ട് എന്നാണ് നിയമം. യോഗ്യതാ സ്ഥിരീകരണം സംബന്ധിച്ച ഇമെയിലുകൾ വായ്പാ ഗുണഭോക്താക്കൾക്ക് നേരിട്ടയക്കും. ഇവയിൽ തുടർ നടപടികൾക്കുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകും. വായ്പാ ഇളവിന്റെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ ഒക്ടോബർ 21 ശേഷം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ലോൺ സർവീസർമാർ വരും ആഴ്ചകളിൽ അക്കൗണ്ടുകൾ അപ്ഡേറ്റ് ചെയ്യുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഇളവ് വേണ്ട എന്ന് വെക്കാൻ തീരുമാനിക്കുന്നവർക്ക് ഒക്ടോബർ 21 മുൻപ് ലോൺ സർവീസറുമായി ബന്ധപ്പെടണം. ഇൻകം ബേസ്ഡ് റീപേയ്മെന്റ് പദ്ധതി പ്രകാരം ഫെഡറൽ വിദ്യാർത്ഥി വായ്പകൾ തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം 2 ദശലക്ഷം ആളുകൾക്ക് അവരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ സാധ്യതയുണ്ട്. യോഗ്യത നേടുന്നതിന് വായ്പാ ഗുണഭോക്താക്കൾ 300 യോഗ്യമായ തവണകൾ അടച്ചിരിക്കണം എന്നതാണ് നിബന്ധന. യോഗ്യത സംബന്ധിച്ച സന്ദേശം വിദ്യാഭ്യാസ വകുപ്പ് ഇമെയിൽ മുഖേന അറിയിക്കും. നിങ്ങളുടെ ഇൻകം ബേസ്ഡ് റീപേയ്മെന്റ് പദ്ധതി പ്രകാരം ആവശ്യമായ തവണകൾ അടച്ചു തീർത്തതിനാൽ നിങ്ങളുടെ ഫെഡറൽ വിദ്യാർത്ഥി വായ്പ ഭാഗികമായോ മുഴുവനായോ എഴുതിത്തള്ളാൻ
യോഗ്യരായിരിക്കുന്നു എന്നിങ്ങനെയാകും മെയിൽ സന്ദേശം എന്നാണ് റിപ്പോർട്ട്. യോഗ്യരായവരുടെ വായ്പാ ഇളവ് പ്രക്രിയ ഒക്ടോബർ 21 ശേഷം ആരംഭിക്കും. ഈ സമയത്താണ് ലോൺ സർവീസർമാർ റദ്ദാക്കൽ പ്രോസസ് ചെയ്യാൻ തുടങ്ങുന്നത്. പ്രോസസിംഗിന് ആഴ്ചകൾ എടുത്തേക്കാം. വായ്പാ ഗുണഭോക്താക്കൾ ഏതെങ്കിലും അപ്ഡേറ്റുകൾ ട്രാക്ക് ചെയ്യാൻ അവരുടെ ഫെഡറൽ വിദ്യാർത്ഥി വായ്പാ അക്കൗണ്ടിൽ പതിവായി ലോഗിൻ ചെയ്യണം. ഫെഡറൽ സ്റ്റുഡന്റ് എയ്ഡ് വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ ഫോർഗീവ്നെസ് സ്റ്റാറ്റസ് പരിശോധിക്കാനാവും. വെബ്സൈറ്റിൽ പ്രവേശിച്ച് അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ നിലവിലെ സ്റ്റാറ്റസും വായ്പാ ഇളവിനായി പ്രോസസ് ചെയ്യുന്നുണ്ടോ എന്നതും കാണിക്കും. എലിജിബിൾ ഫോർ ഡിസ്ചാർജ് അല്ലെങ്കിൽ പ്രോസസിംഗ് പോലുള്ള അപ്ഡേറ്റുകൾ നോക്കി ഫോർഗീവ്നെസ് സ്റ്റാറ്റസ് പരിശോധിക്കാം. അമേരിക്കൻ റെസ്ക്യൂ പ്ലാൻ പ്രകാരം എഴുതിത്തള്ളിയ ഫെഡറൽ വിദ്യാർത്ഥി വായ്പകൾ ഡിസംബർ 31 വരെ ഫെഡറൽ നികുതികളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുശേഷം എഴുതിത്തള്ളുന്ന ഏതൊരു വായ്പയും നികുതിക്ക് വിധേയമായേക്കാം. വായ്പ എഴുതിത്തള്ളൽ പ്രഖ്യാപനം വർഷങ്ങളായി പണം അടച്ചുകൊണ്ടിരിക്കുന്ന പലർക്കും വലിയ ആശ്വാസകരമാണ്. വായ്പാ തിരിച്ചടവ് ഇല്ലാതാകുന്നത് സാമ്പത്തികമായ ഒരു പുതിയ തുടക്കത്തിന് വഴിയൊരുക്കും. കൂടാതെ കുടുംബങ്ങൾക്ക് പണം ലാഭിക്കാനും നിക്ഷേപം നടത്താനും മറ്റു പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കും. നീണ്ട സംഘർഷം നിറഞ്ഞ ഇടവേളയ്ക്കു ശേഷം ഇന്ത്യ കാനഡ ബന്ധം ശക്തമാകുന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് കനേഡിയൻ വിദേശകാര്യ മന്ത്രി അനീറ്റ ആനന്ദ് ഇന്ന് ഇന്ത്യയിലെത്തും. ചൈനയിലേക്കും സിംഗപ്പൂരിലേക്കും ഒക്ടോബർ 12 മുതൽ ഒക്ടോബർ 17 വരെ നടത്തുന്ന ത്രിരാഷ്ട്ര പര്യടനത്തിനൊപ്പം ഇന്ത്യയിലെത്തുന്ന അനീറ്റ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലുമായിട്ടും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായിട്ടും കൂടിക്കാഴ്ച നടത്തും. കാനഡ സ്വന്തം നാട്ടിൽ ശക്തമാകണമെങ്കിൽ വിദേശത്ത് ശക്തവും സുസ്ഥിരവുമായ പങ്കാളിത്തം ആവശ്യമാണ് എന്ന് അനീറ്റ ആനന്ദ് പറഞ്ഞു. ഇന്ത്യയിലെത്തുന്ന അനീറ്റ ആനന്ദ് വിദേശകാര്യ മന്ത്രി ആർ ജയശങ്കറുമായും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായും കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, ഊർജം, സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ തന്ത്രപരമായ സഹകരണത്തിനുള്ള ഒരു ചട്ടക്കൂട് സ്ഥാപിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് കനേഡിയൻ വിദേശകാര്യ മന്ത്രി പറഞ്ഞു. ഇന്ത്യ സന്ദർശനത്തിന്റെ 2ാം ഘട്ടത്തിൽ മുംബൈ സന്ദർശിക്കുകയും ഇരു രാജ്യങ്ങളിലെയും നിക്ഷേപം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, സാമ്പത്തിക അവസരം എന്നിവ ശക്തമാക്കുന്നതിനായി കനേഡിയൻ ഇന്ത്യൻ സ്ഥാപനങ്ങളെ കാണുകയും ചെയ്യും. അഫ്ഗാനിൽ പാക് സൈന്യം നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ അഫ്ഗാൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. ഏറ്റുമുട്ടലിൽ 12 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ടോളോ ന്യൂസ് സ്ഥിരീകരിച്ചു. കൈകൊണ്ട് നടത്തിയ പോരാട്ടത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന് കാര്യമായ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അഫ്ഗാൻ സൈന്യം പാകിസ്ഥാൻ സൈനികരിൽ നിന്ന് ആയുധങ്ങളും പിടിച്ചെടുത്തു. സ്പിനാഷാഗ, ഗിബി, മണിജബ, മറ്റു പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് പോരാട്ടം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കാബൂളിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തി ദിവസങ്ങൾക്കു ശേഷം പാകിസ്ഥാൻ സേനയുടെ വ്യോമാക്രമണത്തിന് പ്രതികാരമായി കിഴക്കൻ താലിബാൻ അതിർത്തി സേന വിവിധ അതിർത്തി പ്രദേശങ്ങളിലെ പാകിസ്ഥാൻ സേനയുടെ പോസ്റ്റുകൾക്കെതിരെ കനത്ത തിരിച്ചടി നൽകിയതായി അഫ്ഗാൻ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. ഒക്ടോബർ 9 മധ്യ കാബൂളിൽ 2 ശക്തമായ സ്ഫോടനങ്ങൾ നടന്നിരുന്നു. പാകിസ്ഥാനാണ് ഇതിനു പിന്നിലെന്നും രാജ്യത്തിന് വലിയ ഭീഷണി ഉയർത്തുകയാണെന്നും അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയിലെത്തിയ വിദേശകാര്യ മന്ത്രി ആമിർ ഖാൻ മുത്താഖി ആരോപിച്ചിരുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെ മുത്താഖിയും ഇന്ത്യയും പാകിസ്ഥാന് മുന്നറിയിപ്പും നൽകിയിരുന്നു. ഇനി ആ റിപ്പോർട്ടിലേക്ക്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് കിടന്ന് കുരയ്ക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും വീണ്ടും കാര്യമായി എന്തോ വാങ്ങിയെടുക്കാനുള്ള ശ്രമമാണെന്ന് തോന്നും ഈ കുര കണ്ടാൽ. അഫ്ഗാൻ ഇന്ത്യ ബന്ധം കാബൂളിൽ നിന്നും ന്യൂഡൽഹി വരെ എത്തിയത് പാക്കികൾക്ക് അത്ര കണ്ട് പിടിച്ചിട്ടില്ല. അഫ്ഗാന്റെ കൂറുമാറി എന്ന് വലിയ വായിൽ കരഞ്ഞു വിളിക്കുകയാണ് ഇപ്പോൾ ഖ്വാജ. അഫ്ഗാന്റെ വിദേശകാര്യമന്ത്രി മുത്താഖി ഡൽഹിയിൽ ഇരുന്ന് പാകിസ്ഥാനെ വിരട്ടാൻ ശ്രമിക്കുകയാണെങ്കിൽ തങ്ങൾ തിരിച്ച് പ്രതികരിക്കുമെന്നവരെ ഭീഷണിപ്പെടുത്തി. പക്ഷെ കരഞ്ഞാണ് പറയുന്നത്. അഫ്ഗാൻ മണ്ണിൽ നിന്നും സമീപകാലത്തായി അതിർത്തി കടന്നെത്തുന്ന ആക്രമണങ്ങൾ ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണെന്നും ഖ്വാജ പറയുന്നു. അഫ്ഗാൻ വഴി ഇന്ത്യ തങ്ങളുടെ പരാജയത്തിന്റെ നാണക്കേട് മറയ്ക്കാൻ ശ്രമിച്ചാൽ ഇരു രാജ്യങ്ങളും മറുപടി അറിയുമെന്നാണ് ഖ്വാജയുടെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഭീഷണി. ഭീഷണിപ്പെടുത്തുന്ന കാര്യം ചെയ്തു കാണിക്കുന്ന ചങ്കൂറ്റമുള്ള രാജ്യവും പ്രതിരോധ മന്ത്രിയും സർക്കാരുമാണെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ ഇവിടെ വായിൽ കൂടി ഭീഷണിയും ശരീരഭാഷയിൽ വിറയിലും കരച്ചിലുമൊക്കെയാണ് പാക് പ്രതിരോധ മന്ത്രിയുടെയും സർക്കാരിന്റെയും ഒക്കെ മുഖലക്ഷണം. ഇത് വെറും പറച്ചിലാണ്, വാചകമടിയാണ് വർഷങ്ങളായി. അതാണ് വെറുതെ കിടന്ന് ഇന്ത്യയെ ചൊറിയുന്നത്. കാബൂൾ വഴി തങ്ങളുടെ പരാജയത്തിന്റെ നാണക്കേട് മറയ്ക്കാൻ ഇന്ത്യ ശ്രമിച്ചാൽ, അതാണ് വാക്ക്. കാബൂൾ വഴി തങ്ങളുടെ പരാജയത്തിന്റെ നാണക്കേട് മറയ്ക്കാൻ. എന്താണ് പരാജയം? ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ വിജയകരമായി ജയിപ്പിച്ച് പാകിസ്ഥാനിലെ 10ഓളം സൈനിക വിമാനങ്ങളും തകർത്ത ഇന്ത്യൻ സേനയ്ക്ക് മുന്നിൽ ഒരു നാണവുമില്ലാതെ പാക് പ്രതിരോധ മന്ത്രി പറയുകയാണ് തങ്ങളുടെ പഴയ പരാജയത്തിന്റെ നാണക്കേട്
മറയ്ക്കാൻ ഇന്ത്യ ശ്രമിച്ചാലെന്ന്. എന്താകുമെന്ന് ഇന്ത്യയും അഫ്ഗാനും അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഡൽഹിയിൽ ഇരുന്ന് ഇപ്പോൾ പ്രസ്താവനകൾ നടത്തുന്നു. അദ്ദേഹം ഇന്ത്യയുടെ അനുവാദത്തോടെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. കാരണം അത് കേട്ടാൽ തോന്നും ഇന്ത്യയേക്കാൾ പേടി പാകിസ്ഥാൻ അഫ്ഗാനെയാണ്. പാകിസ്ഥാൻ ഇന്ത്യ അഫ്ഗാൻ അതിർത്തിയിൽ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ വിവരിക്കുന്നതിനും കേട്ടതിനും കണ്ടതിനും ഒക്കെ അപ്പുറമാണെന്ന് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി തെളിവുകൾ നിരത്തി ഇന്ത്യയോട് വിവരിക്കുമ്പോൾ ഖ്വാജ ആസിഫ് തിരിച്ചു പറയുന്നത് മുൻ ISI മേധാവി ജനറൽ ഫൈസൽ ഹമീദ് ഒരു താലിബാൻ നേതാവിന് ഒരു ബുള്ളറ്റ് പ്രൂഫ് കാർ കൊടുത്തു എന്നാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? ഒന്ന് ചോദിക്കുമ്പോൾ ഉത്തരം മറ്റൊന്ന്. പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലെ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നെന്ന് കുറെ കാലമായി പാകിസ്ഥാൻ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അഫ്ഗാൻ മണ്ണിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന മൊത്തം പാകിസ്ഥാനാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. താലിബാൻ ഭരണകൂടം അവിടെ അഫ്ഗാൻ സർക്കാരിനോട് യുദ്ധത്തിലായിരുന്നപ്പോഴും ഇതേ പരിപാടി തന്നെയാണ് പാകിസ്ഥാൻ നടത്തിയിരുന്നത്. താലിബാൻ അവിടുത്തെ ഭരണം പിടിച്ചെടുത്ത് 3-4 വർഷമായിട്ടും ഇപ്പോഴും പാകിസ്ഥാൻ അഫ്ഗാൻ മണ്ണിൽ ഒന്ന് കടന്നു കയറാനുള്ള ആ കൊതി മാറ്റിയിട്ടില്ല. അഫ്ഗാനിലെ താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖി ഡൽഹി സന്ദർശിച്ചതാണ് ഇപ്പോൾ പാകിസ്ഥാനെ കൊണ്ടുപിടിച്ച് ചൂടാക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനോട് കളിക്കുന്നത് നിർത്തണമെന്ന് മുത്താഖി ഡൽഹിയിൽ വെച്ച് ആവശ്യപ്പെട്ടിരുന്നത്. എന്തുകൊണ്ടാണ്? ഡൽഹിയിൽ വന്നാൽ കൃത്യമായ പരിരക്ഷ കിട്ടുമെന്ന് മുത്താഖിക്ക് അറിയാം. അഫ്ഗാനിൽ തീവ്രവാദ കേന്ദ്രങ്ങളില്ല, തീവ്രവാദ പരിശീലന ഇടങ്ങളില്ല, അഫ്ഗാനിൽ ഇപ്പോൾ തീവ്രവാദികളോ ഭീകരവാദികളോ ഇല്ല. 4 വർഷം കൊണ്ട് തങ്ങൾ എല്ലാത്തിന്റെയും വേരറുത്തുവെന്ന് മുത്താഖി ഇന്ത്യയിൽ വന്ന് ഔദ്യോഗികമായാണ് പ്രഖ്യാപിച്ചത്. എന്നിട്ടാണ് പാകിസ്ഥാൻ നടത്തുന്ന വൃത്തികെട്ട തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ മുത്താഖിയുടെ ഈ ഒരു പരാമർശം. അതിലാണ് പാകിസ്ഥാനും ഖ്വാജ ഖാനും ഒന്നും പിടിക്കാത്തത്. അഫ്ഗാനെ അധികം പ്രകോപിപ്പിക്കരുതെന്നും തങ്ങൾ ഒരു നയതന്ത്ര പാതയാണ് ആഗ്രഹിക്കുന്നതെന്നും പാകിസ്ഥാന് അഫ്ഗാൻ മന്ത്രി നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അത് പാകിസ്ഥാൻ കേട്ടില്ല. അതിർത്തികളിൽ നിരന്തരം ആക്രമണങ്ങൾ, വിഘടനവാദ പ്രവർത്തനങ്ങളൊക്കെ അഫ്ഗാന്റെ മനസ്സമാധാനം കെടുത്തുകയാണ്. അത് ചെയ്യുന്നത് പാകിസ്ഥാനും. ഇന്ത്യയിലും അതേ റൂട്ട് തന്നെയാണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ വഴി തന്നെയാണ് പാകിസ്ഥാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഖ്വാജ യൂസഫിന്റെ ഇത്തരം പുലമ്പലുകളെ അത് അതിൻ്റെതായ രീതിയിൽ മാത്രം കണ്ടാൽ മതി. ഇനി ഇന്ത്യയോട് കളിച്ചാൽ, ഇനി അഫ്ഗാനോട് കളിച്ചാൽ പ്രതികരിക്കുക അവിടെ നിന്ന് അഫ്ഗാനും ഇവിടെ നിന്ന് ഇന്ത്യയുമായിരിക്കും. അത് ഒരേ സമയമായിരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്, മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും. ഹാസ്യപരമായ സമയനിഷ്ഠയ്ക്കും അനുകരണീയ ശൈലിക്കും പേരുകേട്ട ഹോളിവുഡ് നടി ഡയാൻ കീറ്റൺ അന്തരിച്ചു. കീറ്റണിനൊപ്പം പ്രവർത്തിച്ച നിർമ്മാതാവ് ഡോറി റാത്താണ് ശനിയാഴ്ച മരണവാർത്ത CNN-നോട് സ്ഥിരീകരിച്ചത്. കീറ്റണിന് 79 വയസ്സായിരുന്നു. 1977 ആനി ഹാൾ എന്ന ചിത്രത്തിന് മികച്ച നടി വിഭാഗത്തിൽ ഓസ്കാർ അവാർഡ് നേടിയിട്ടുണ്ട്. മിസിസിപ്പിയിൽ ഫുട്ബോൾ മത്സരത്തിന് ശേഷമുണ്ടായ വെടിവയ്പിൽ 4 പേർ കൊല്ലപ്പെടുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ചിത്രം പുറത്തുവിട്ടു. പ്രാദേശിക ഹൈസ്കൂളിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിന് ശേഷം അവിടെ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ ലക്ഷ്യമിട്ടാണ് വെടിവയ്പ് നടന്നത്. മിസിസിപ്പിയിലെ ലെലാൻഡിലെ ടൗൺ ടു ടൗൺ ഏരിയയിലാണ് വെടിവയ്പ് നടന്നത്. മിസിസിപ്പിയിലെ ജാക്സണിൽ നിന്ന് 120 കിലോമീറ്റർ വടക്കു കിഴക്കായി ലെലാൻഡിലെ പ്രധാന തെരുവിൽ അർദ്ധരാത്രിയോടെയാണ് വെടിവയ്പ് നടന്നതെന്ന് സിറ്റി മേയർ ജോൺ ലീ പറഞ്ഞു. പരിക്കേറ്റവരിൽ 4 പേരുടെ നില ഗുരുതരമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവരെ വിമാനമാർഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പ്രാദേശിക ഹൈസ്കൂൾ ഹോംകമ്മിങ് ആഘോഷത്തിന് മുന്നേ നടന്ന ഫുട്ബോൾ ഗെയിമിന് പിന്നാലെയാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. ലെബനനിലെ ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രം ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർത്തു. ദക്ഷിണ ലെബനനിലെ ഐത്ത ആഷാബിലുള്ള ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രമാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തകർത്തത്. വിവിധ ആക്രമണങ്ങളിൽ ഹിസ്ബുള്ള നേതാക്കളായ മസ്മൂദ് അലി ഇസ, ഹസൻ അലി ജാമിർ അദ്വി എന്നിവർ കൊല്ലപ്പെട്ടതായി IDF അറിയിച്ചു. വെള്ളിയാഴ്ചയാണ് ഹിസ്ബുള്ളയുടെ രഹസ്യ ആയുധ കേന്ദ്രം IDF ബോംബിട്ട് തകർത്തത്. തകർത്ത ആയുധ കേന്ദ്രത്തിൽ പരിശോധന നടത്തിയ ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയ ആയുധങ്ങൾ പിടിച്ചെടുത്തതായി ഇസ്രായേൽ വാർത്താ വെബ്സൈറ്റായ JNN's-നോട് IDF പറഞ്ഞു. ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയുടെ റോളിലേക്ക് മടങ്ങാൻ താൻ സമ്മതിക്കുന്നുവെന്നും ചുമതല ഏറ്റെടുക്കുന്നതായും സെബാസ്റ്റ്യൻ ലെക്കോണു. വർഷാവസാനത്തോടെ ഫ്രാൻസിന് ഒരു ബജറ്റ് നൽകുന്നതിനും നമ്മുടെ പൗരന്മാരുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ലെക്കോണു പറഞ്ഞു. ലെക്കോണുവിന്റെ പുതിയ സർക്കാർ വെറും 14 മണിക്കൂറിനുള്ളിൽ തകർന്നു വീഴുകയും പിന്നാലെ ലെക്കോണു രാജിവെക്കുകയും ചെയ്തതിന് ദിവസങ്ങൾക്കു ശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തന്റെ മധ്യപക്ഷ സഖ്യകക്ഷിയായ സെബാസ്റ്റ്യൻ ലെക്കോണുവിനെ പ്രധാനമന്ത്രിയായി വീണ്ടും നിയമിക്കുകയായിരുന്നു. ഫ്രഞ്ച് ജനതയെ പ്രകോപിപ്പിക്കുന്ന ഈ രാഷ്ട്രീയ പ്രതിസന്ധി അവസാനിപ്പിക്കുകയും ഫ്രാൻസിന്റെ പ്രതിച്ഛായയ്ക്കും താൽപര്യങ്ങൾക്കും ദോഷം ചെയ്യുന്ന
ഈ അസ്ഥിരത അവസാനിപ്പിക്കുകയും വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫ്രാൻസിലെ വഷളാകുന്ന രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലാണ് ലെക്കോണുവിനെ ഔദ്യോഗികമായി അംഗീകരിച്ചതിന് ദിവസങ്ങൾക്കു ശേഷം മാക്രോൺ വീണ്ടും നിയമിച്ചത്. യൂറോപ്പും അമേരിക്കയും അടക്കം പാശ്ചാത്യ രാഷ്ട്രങ്ങൾ കുടിയേറ്റ വിരുദ്ധ നീക്കങ്ങൾ സജീവമാക്കുമ്പോൾ സ്പെയിനിലെ വില്ലാമലിയ പട്ടണത്തിന്റെ നടപടികൾ വാർത്തകളിൽ നിറയുകയാണ്. തന്റെ ജീവിതത്തിൽ ഇത്രയും മാധ്യമങ്ങൾ എന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും നമ്മൾ ഇവിടെ എന്താണ് ചെയ്തതെന്ന് മാധ്യമങ്ങൾ ചോദിക്കുകയാണെന്നും ചിരിയോടെ വില്ലാമലിയയിലെ യാഥാസ്ഥിതിക മേയർ ജോസ് ന്യൂനസ് പെരസ് പറഞ്ഞു. അതിന് കാരണമുണ്ട്. രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള ഒരു മുൻ നിർദ്ദേശവുമായി മുന്നോട്ടു പോകാൻ കേന്ദ്ര സർക്കാരിനോട് ആഹ്വാനം ചെയ്ത ഏകകണ്ഠമായും പാർട്ടി പരിധികൾക്കപ്പുറവും അംഗീകരിച്ച ഒരു ടൗൺ കൗൺസിൽ പ്രമേയം തന്നെയാണ് കാരണം. കൃഷിഭൂമിയാൽ ചുറ്റപ്പെട്ടതും മധ്യ സ്പെയിനിലെ ആഴമേറിയ താഴ്വരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതുമായ വില്ലാമലിയയിൽ 4200 പേരുള്ളതാണ് ഈ പട്ടണം. എല്ലാവരും അദ്ദേഹത്തോട് ഇതേ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും സ്വാഭാവികമായ കാര്യമായിരുന്നു അത് എന്ന് ന്യൂനസ് പെരസ് വിശദീകരിച്ചു. സമീപ ദശകങ്ങളിൽ ലോകമെമ്പാടുമുള്ള കുടിയേറ്റക്കാർ വാഗ്ദാനം ചെയ്യുന്ന നിരവധി ജോലികൾക്കായി വില്ലാമലിയയിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു. തൊഴിലാളികളുടെ സ്ഥിരമായ വിതരണം പട്ടണത്തെ ഒരു കാർഷിക മേഖലയാക്കി മാറ്റാൻ സഹായിച്ചു. സ്പെയിനിൽ വിൽക്കുന്ന കൂണുകളുടെ ഏകദേശം 70% ഇവിടെ നിന്നാണ് വരുന്നത്. അതോടൊപ്പം വില്ലാമലിയയെ 32 രാജ്യങ്ങളിൽ വേരുകളുള്ള താമസക്കാരുള്ള സമ്പന്നമായ ഒരു പട്ടണമാക്കി മാറ്റി. ലണ്ടനിലെ ടാവി സ്റ്റോക്ക് സ്ക്വയറിലെ മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് നേരെ നടന്ന ആക്രമണത്തെ ലണ്ടൻ മേയർ സാദിഖ് ഖാൻ അപലപിച്ചു. ബിജു കുളങ്ങരയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഒക്ടോബർ 2-ന് ഗാന്ധി ജയന്തി ആഘോഷങ്ങൾ നടക്കാനിരിക്കെ പ്രതിമയ്ക്ക് നേരെ നടന്ന ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK കേരള ചാപ്റ്റർ പ്രസിഡന്റ് സുജു കെ ഡാനിയൽ മേയർക്ക് നൽകിയ കത്തിനെ തുടർന്നാണ് സാദിഖ് ഖാൻ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി മറുപടി നൽകിയത്. പ്രതിമയുടെ നശീകരണം പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും സംഭവത്തെ തുടർന്ന് UKയിലെ ഇന്ത്യൻ സമൂഹത്തിനുണ്ടായ ദുഃഖത്തിനും വേദനയ്ക്കും ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുന്നുവെന്നും മേയറുടെ ഓഫീസ് മറുപടി നൽകി. ലണ്ടനിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ സന്ദർശിക്കുന്ന അനേകം ആളുകൾക്കുണ്ടായ വൈകാരിക ബന്ധത്തെ മേയറും ഓഫീസും ഗൗരവമായി മനസ്സിലാക്കുന്നുവെന്നും മറുപടി കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. പ്രതിമയ്ക്കുണ്ടായ നാശനഷ്ടം വരുത്തൽ ഒരു ക്രിമിനൽ പ്രവൃത്തിയാണെന്നും മെട്രോപൊളിറ്റൻ പോലീസ് സംഭവത്തെ അതീവ ഗൗരവത്തോടെ കാണുന്നുവെന്നും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മേയറുടെ ഓഫീസ് അറിയിച്ചു. അന്വേഷണത്തിന്റെ പുരോഗതിയെക്കുറിച്ച് മെറ്റ് പോലീസ് കമ്മീഷണറും മുതിർന്ന നേതൃസംഘവും പങ്കെടുക്കുന്ന യോഗങ്ങളിൽ മേയർ ചർച്ച നടത്തുമെന്നും ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഗാന്ധി പ്രതിമയ്ക്ക് നേരെയുണ്ടായ നശീകരണത്തെ ശക്തമായി അപലപിക്കുന്നതായും അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഗ്ലോബൽ കമ്മിറ്റി ചെയർമാൻ സാം പിത്രോഡ, UK നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് കമൽ ദലിവാൾ, ജനറൽ സെക്രട്ടറി വിക്രം ദുഹാൻ എന്നിവരും ആവശ്യപ്പെട്ടിരുന്നു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 118.56 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 88.75 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 103.11 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 63.34 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയിലെ മാനുഷിക ദുരന്തം അവസാനിപ്പിക്കുന്നതിലും യുദ്ധാനന്തര ഭാവി രൂപപ്പെടുത്തുന്നതിലും നേതൃപരമായ പങ്ക് വഹിക്കണമെന്ന് ഇന്ത്യയിലെ പലസ്തീൻ അംബാസഡർ അബ്ദുള്ള അബു ഷാവേഷ് ന്യൂഡൽഹിയോട് അഭ്യർത്ഥിച്ചു. ഇസ്രയേലുമായുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ ബന്ധം പലസ്തീൻ ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ സഹായിക്കുന്നതിന് അതുല്യമായി നിലകൊള്ളുന്നുവെന്ന് പറഞ്ഞു. NTVക്ക് നൽകിയ അഭിമുഖത്തിൽ ഇത് നിങ്ങളല്ലെങ്കിൽ ആരാണ്, ഇന്ത്യ അല്ലെങ്കിൽ ആരാണ് എന്ന ചോദ്യം അബ്ദുള്ള അബു ഷാവേഷ് ഉന്നയിച്ചു. ഇസ്രയേലുമായുള്ള ബന്ധം ക്രിയാത്മകമായി ഉപയോഗിക്കാനും ഉത്തരവാദിത്വത്തിനായി സമ്മർദ്ദം ചെലുത്താനും ഗാസയുടെ ഏതൊരു പുനർനിർമ്മാണ പദ്ധതിയിലും പ്രധാന പങ്കാളിയാകാനും അദ്ദേഹം ന്യൂഡൽഹിയോട് ആവശ്യപ്പെട്ടു. ഗാസയുടെ മാനുഷിക തകർച്ചയെക്കുറിച്ച് അംബാസഡർ വേദനാജനകവും നേരിട്ടുള്ളതുമായ വിവരണം നൽകി. നിരവധി സാധാരണക്കാർ യുദ്ധത്തിന്റെ ഭാരം വഹിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബംഗാളിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ ഇടപെടൽ. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കേസിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബംഗാൾ DGPക്ക് ദേശീയ വനിതാ കമ്മീഷൻ കത്ത് നൽകി. ബംഗാൾ ദുർഗാപൂരിലാണ് സംഭവം നടന്നത്. സുഹൃത്തിനൊപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു പെൺകുട്ടി. കോളേജിന് സമീപത്തുള്ള ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാവുകയായിരുന്നു. ഒഡീഷയിലെ ജലേശ്വർ സ്വദേശിനിയായ പെൺകുട്ടി നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. സംഭവത്തിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതായും പോലീസ് അറിയിച്ചു.
സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണ് എന്നും പശ്ചിമ ബംഗാൾ പോലീസ് അറിയിച്ചു. വ്യാപക പ്രതിഷേധമാണ് ഇതിൽ ഉയരുന്നത്. വെടിനിർത്തൽ ഇസ്രയേൽ ലംഘിക്കില്ല എന്ന് ഉറപ്പാക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ. മുൻകാലങ്ങളിൽ വെടിനിർത്തൽ കരാറുകൾ ഇസ്രയേൽ ലംഘിച്ചതായി PB ഓർമ്മിപ്പിച്ചു. അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഉറപ്പുവരുത്തണമെന്ന് PB വ്യക്തമാക്കി. ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും ഉത്തരവാദിത്തം അമേരിക്ക ഏറ്റെടുക്കണമെന്നും PB ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര സമൂഹം ഇസ്രയേലിന്മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് തുടരണമെന്നും PB ആവശ്യപ്പെട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ രണ്ടാം FIR-ൽ 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രതികൾ. A. പത്മകുമാർ, K. രാഘവൻ, KP ശങ്കരദാസ്, N. വാസു എന്നിവരെ പ്രതി ചേർത്തു. കട്ടിളക്കടത്ത് കേസിലാണ് ബോർഡ് അംഗങ്ങളെ പ്രതി ചേർത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി 1-ാം പ്രതിയും പോറ്റിയുടെ നിർദ്ദേശപ്രകാരം കട്ടിളപ്പാളി കൊണ്ടുപോയ കൽപേഷിനെ 2-ാം പ്രതിയുമാക്കിയാണ് FIR. 2019 ദേവസ്വം കമ്മീഷനാണ് 3-ാം പ്രതി. തിരുവാഭരണ കമ്മീഷണർ 4-ാം പ്രതിയും എക്സിക്യൂട്ടീവ് ഓഫീസർ 5-ാം പ്രതിയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 6-ാം പ്രതിയും അസിസ്റ്റന്റ് എഞ്ചിനീയർ 7-ാം പ്രതിയും ദേവസ്വം ബോർഡ് അംഗങ്ങൾ 8-ാം പ്രതികളുമാണ്. ക്രിമിനൽ ഗൂഢാലോചന, രേഖകളിലടക്കം കൃത്രിമത്വം കാണിക്കൽ, നിയമങ്ങളിൽ മാറ്റം വരുത്തൽ എന്നിവയിലൂടെ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിണറായിക്ക് ഒടുവിൽ സ്വർണം കവർന്ന കേസിലും ക്ലീൻ ചിറ്റ്. പിണറായി ഇതെത്ര കണ്ടതാ? കക്കാനും നിക്കാനും നന്നായി പഠിച്ചിട്ടാണ് കൂടെ നിന്നവരെ പോലും കുതുകാൽ വെട്ടി തള്ളിയിട്ട് പിണറായി തുടർ ഭരണത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നത്. ലാവലിൻ കേസും എക്സാലോജി കേസും ഒക്കെ നിമിഷ നേരം കൊണ്ട് തേച്ചു മാച്ചു കളയാൻ കഴിഞ്ഞ പിണറായിക്കാണോ സ്വർണം മുക്കുപണ്ടമായത് ദൈവത്തിന്റെ അത്ഭുതമെന്ന് സ്ഥാപിച്ചെടുക്കാൻ ബുദ്ധിമുട്ട്? പണ്ട് വീണ ജോർജ് കപ്പിത്താൻ ഉള്ളിടത്തോളം ഈ കപ്പൽ മുങ്ങില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കള്ളൻ കപ്പലിൽ തന്നെയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയാതെ പോയി. പറഞ്ഞതിന് ഇനി അങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്നോ എന്നുകൂടി ഒന്ന് ചികയേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും കേരളത്തിന്റെ കപ്പിത്താൻ കേരളം മൊത്തം തൂക്കിവിറ്റ അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കേസ് മൊത്തം ഇപ്പോൾ ഉണ്ണികൃഷ്ണന്റെ തലയിലായി. ശബരിമലയിൽ നടന്നത് മൊത്തം പറഞ്ഞു വന്നപ്പോൾ ഉണ്ണികൃഷ്ണന്റെ ലീലാവിലാസം. അല്ലെങ്കിലും കുറ്റമേൽക്കാൻ ഒരു ബിനാമിയെ കിട്ടിയാൽ പിന്നെ മറ്റുള്ളവർക്കൊക്കെ എളുപ്പം തടിയൂരാമല്ലോ. പിടിപാടുള്ളവൻ പുറത്തുണ്ടെങ്കിലല്ലേ അകത്തു പോകുന്ന ബിനാമി വാ തുറക്കുന്നതിന് മുന്നേ ഏതെങ്കിലും മുൻനിര വക്കീലിനെ കൊണ്ട് വാദിച്ച് പുറത്തിറക്കി നടന്നതൊക്കെ അയ്യപ്പന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ പറ്റും. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ 2 FIR-കളാണ് സമർപ്പിച്ചിരിക്കുന്നത്. ദ്വാരപാലക ശില്പത്തിലെയും വാതിൽപ്പടിയിലെയും സ്വർണം കടത്തിയതിൽ വെവ്വേറെ FIR-കളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2 കേസുകളിലും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ. ഇരു കേസുകളിലും ദേവസ്വം ജീവനക്കാരും പ്രതികളാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2 FIR-കൾ വരാൻ കാരണം ഈ സംഭവങ്ങൾ നടന്നത് 2 വ്യത്യസ്ത സമയങ്ങളിലാണ് എന്നതാണ്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ കടത്തിക്കൊണ്ടുപോയി സ്വർണം ഉരുക്കിയെടുത്ത് തട്ടിക്കൊണ്ടുപോയത് 2019 മാർച്ചിലാണ്. വാതിൽപ്പാളിയിലെ സ്വർണം കവർന്ന സംഭവം നടന്നത് 2019 ഓഗസ്റ്റിലാണ്. സമയവ്യത്യാസമുള്ളത് കൊണ്ടും 2 സംഭവങ്ങളിലും ഇടപെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് വ്യത്യാസമുള്ളത് കൊണ്ടും മഹസറിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വ്യത്യാസമുള്ളത് കൊണ്ടും 2 കേസുകളായിട്ടായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം മുതലുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു. ഇനി അറിയിപ്പുണ്ടാകും വരെ ഒരു പഠന വകുപ്പും പ്രവർത്തിക്കില്ല. ക്ലാസുകൾ ഉണ്ടാകില്ല. ഹോസ്റ്റലുകളും അടച്ചിടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും വിദ്യാർത്ഥികളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനുമാണ് നടപടിയെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ അറിയിച്ചു. എല്ലാ വിദ്യാർത്ഥികളും ഹോസ്റ്റലുകൾ ഒഴിഞ്ഞ് ഉടൻ തന്നെ ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ വീട്ടിൽ പോകണമെന്നും നിർദ്ദേശമുണ്ട്. ഇന്നലെ ക്യാമ്പസിൽ നടന്ന ഡിപ്പാർട്ട്മെന്റൽ സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുകയും ഫലപ്രഖ്യാപനത്തിനായി വോട്ടെണ്ണൽ തുടങ്ങിയ സമയത്ത് SFI, UDSF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാവുകയും ചെയ്തിരുന്നു. രാത്രി വൈകിയും സംഘർഷ സാധ്യത ഉണ്ടായിരുന്നു. പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ടെന്നും പാൽ ഉൽപാദനക്ഷമതയിൽ ഒന്നാമതെത്താൻ കേരളത്തിന് സാധിക്കുമെന്നും മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി J. ചിഞ്ചുറാണി. പാൽ ഉൽപാദനക്ഷമതയിൽ കേരളം ഇപ്പോൾ 2ാമതാണെന്നും 1ാമതുള്ള പഞ്ചാബിനൊപ്പം എത്താൻ കേരളത്തിനാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര സഹകരണ വാർഷികത്തോടനുബന്ധിച്ച് ദേശീയ ക്ഷീരവികസന ബോർഡും മിൽമയും സംയുക്തമായി സഹകരണത്തിലൂടെ സമൃദ്ധി എന്ന വിഷയത്തിൽ സംസ്ഥാനതല ഏകദിന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. സ്ഥല സൗകര്യത്തിലെ കുറവ് കൊണ്ടാണ് കേരളത്തിന് കാലിത്തീറ്റ ഉൽപാദനത്തിൽ മുന്നേറാൻ സാധിക്കാത്തതെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് തീറ്റപ്പുല്ല് കൃഷി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ക്ഷീര കർഷകരിൽ എത്തിക്കാനുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ തുടങ്ങിയ ഈ സമൃദ്ധ പദ്ധതി എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കും.
ക്ഷീര കർഷകർക്ക് ഏറ്റവും കൂടുതൽ പാൽവില നൽകുന്നത് കേരളമാണെങ്കിലും ഉൽപാദന ചെലവ് കൂടുതലുള്ള സംസ്ഥാനവും നമ്മുടേതാണ്. പാൽ ഉൽപാദന ചെലവ് കുറയ്ക്കാനുള്ള പദ്ധതികളിലൂടെയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചും സ്വയം പര്യാപ്തത കൈവരിക്കാനാണ് കേരളം ലക്ഷ്യമിടുന്നത്. ഇന്ത്യയെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമാക്കുന്നതിലും സ്വയം പര്യാപ്തമാക്കുന്നതിലും ക്ഷീരമേഖലയിലെ 8 കോടി കർഷകർ ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ടെന്ന് അധ്യക്ഷത വഹിച്ച ദേശീയ ക്ഷീരവികസന ബോർഡ് ചെയർമാൻ ഡോക്ടർ മീനേഷ് സി ഷാ പറഞ്ഞു. 2024-25 മിൽമയുടെ മൊത്തം വിറ്റുവരവ് 4327.24 കോടി രൂപയായിരുന്നുവെന്നും ഇത് 2030 ആകുമ്പോഴേക്കും 15% പ്രതിവർഷ വർധനവിലൂടെ 10,052 കോടി രൂപയുടെ വാർഷിക വിറ്റുവരവ് ലക്ഷ്യമിടുന്നുണ്ടെന്ന് മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. വരാനിരിക്കുന്ന 2025-26 സീസണിന് മുന്നോടിയായി പോർച്ചുഗീസ് മുന്നേറ്റ നിര താരമായ ടിയാഗോ അലക്സാണ്ടർ മെൻഡസ് ആൽവെസുമായുള്ള കരാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് FC. ഏഷ്യയിലെ ഏറ്റവും ശക്തമായ ലീഗുകളിലൊന്നായ ജപ്പാനിലെ J1 ലീഗിൽ നിന്നാണ് 29 വയസ്സുകാരനായ ഈ കളിക്കാരൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം സ്പാനിഷ് സെന്റർ ബാക്ക് ജുവാൻ റോഡ്രിഗസ് മാർട്ടിനസിനെ ടീമിലെത്തിച്ചതായി ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. പോർച്ചുഗലിലെ കോയിംബ്രയിൽ ജനിച്ച ഈ 29-കാരൻ താരത്തെ വ്യത്യസ്തമാക്കുന്നത് മുന്നേറ്റ നിരയിലെ ഏത് പൊസിഷനിലും ഒരുപോലെ കളിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ്. പ്രധാനമായും ഇടത് വിങ്ങിന്റെ അതിവേഗത്തിൽ പന്തുമായി പ്രതിരോധ നിരയെ കീറിമുറിച്ച് മുന്നേറാൻ കഴിവുള്ള ടിയാഗോ ആൽവസ് ഒരു സെന്റർ ഫോർവേഡായും അല്ലെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും തന്റെ മികവ് കളത്തിൽ തെളിയിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും ലോകരാഷ്ട്രങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്ന വെടിനിർത്തലിന് അന്തിമ രൂപം നൽകുന്നതിനുമായി അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ഷാം എൽ ഷേഖ്. ഈജിപ്തിൽ നടക്കുന്ന ഗാസയിലെ വെടിനിർത്തൽ കരാർ ഒപ്പിടൽ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഷാം എൽ ഷേഖിലേക്ക് പോകുന്നതിനിടെയുണ്ടായ വാഹനാപകടത്തിൽ 3 ഖത്തർ നയതന്ത്രജ്ഞർ മരിച്ചു. ഡിജിറ്റൽ എൻട്രി ആൻഡ് എക്സിറ്റ് സിസ്റ്റം പ്രാബല്യത്തിൽ. യൂറോപ്പിലേക്കുള്ള യാത്രക്കാരുടെ അതിർത്തി സുരക്ഷയിൽ ഞായറാഴ്ച മുതൽ അടിമുടി മാറ്റം. അമേരിക്കയിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മുന്നിൽ മുട്ടുകുത്തിയ ഡൊണാൾഡ് ട്രംപ്. വിദ്യാർത്ഥി വായ്പ എടുത്ത അമേരിക്കയിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ വായ്പകളിൽ ഇളവ് അനുവദിക്കണമെന്ന് റിപ്പോർട്ട്. ഗാസയിലെ മാനുഷിക ദുരന്തം അവസാനിപ്പിക്കുന്നതിനും യുദ്ധാനന്തര ഭാവി രൂപപ്പെടുത്തുന്നതിനും നേതൃപരമായ പങ്ക് വഹിക്കണമെന്ന് ന്യൂഡൽഹിയോട് അഭ്യർത്ഥിച്ച് ഇന്ത്യയിലെ പലസ്തീൻ അംബാസഡർ അബ്ദുള്ള അബു ഷാവേഷ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 2ാം FIR-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രതികൾ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.